2018 ഓഗസ്റ്റ് മാസം കേരളം ഒന്നടങ്കം പ്രളയജലത്തിൽ മുങ്ങിത്താഴ്ന്ന ആ കറുത്ത ദിനങ്ങൾ നമ്മൾ ആരും മറന്നിട്ടില്ല. അന്ന് നമ്മളോട് പിണറായി സർക്കാർ പറഞ്ഞത് ഇത് നൂറ്റാണ്ടിലെ പ്രകൃതിക്ഷോഭമാണെന്നാണ്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം പിണറായി വിജയൻ സർക്കാരിന്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുകയാണ്. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ പുറത്തുവിട്ട ഒരു ശബ്ദരേഖ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്നു. നിലവിലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടേതെന്ന് പറയപ്പെടുന്ന ആ ശബ്ദരേഖ വിരൽ ചൂണ്ടുന്നത് ഭയാനകമായ ഒരു സത്യത്തിലേക്കാണ്. 2018 പ്രളയം പ്രകൃതി വരുത്തിയതല്ല, മറിച്ച് അഴിമതിക്ക് വേണ്ടി പിണറായി സർക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് നിർമ്മിച്ചെടുത്തതാണ്. എങ്ങനെയാണ് ഒരു ഭരണകൂടം സ്വന്തം ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിട്ടത്? നമുക്ക് പരിശോധിക്കാം. ഈ ദുരന്തത്തിന്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് തോട്ടപ്പള്ളി സ്പിൽവേയുടെയും കരിമണൽ ലോബിയുടെയും അവിശുദ്ധ കൂട്ടുകെട്ടിലേക്കാണ്. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്പിൽവേയുടെ ഷട്ടറുകൾ പ്രളയ സമയത്ത് മനഃപൂർവ്വം അടച്ചിട്ടു. എന്തായിരുന്നു അതിന്റെ പിന്നിലെ ലക്ഷ്യം? അവിടെയുള്ള കരിമണൽ ഖനനം ചെയ്യുന്ന മേരി മാത എന്ന സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനിയെ സഹായിക്കുക എന്നതായിരുന്നു ആ ലക്ഷ്യം. ഷട്ടറുകൾ തുറന്നാൽ കോടിക്കണക്കിന് രൂപയുടെ മണൽ കടലിലേക്ക് ഒലിച്ചു പോകും. ആ നഷ്ടം ഒഴിവാക്കാൻ അന്നത്തെ ജലസേചന മന്ത്രി മാത്യു ടി തോമസും ഉദ്യോഗസ്ഥരും ചേർന്ന് തീരുമാനിച്ചപ്പോൾ വെള്ളത്തിലായത് 10,000-കണക്കിന് മനുഷ്യരുടെ ജീവിതമായിരുന്നു. 300 കോടിയുടെ ലാഭവിഹിതത്തിന് വേണ്ടി സ്വന്തം ജനങ്ങളെ വെള്ളത്തിൽ മുക്കിക്കൊന്ന ഒരു ഭരണകൂടം ലോകത്ത് മറ്റെവിടെയുണ്ടാകും? ഇവിടെയും അവസാനിക്കുന്നില്ല ഈ കൊടും ചതി. അണക്കെട്ടുകൾ കൈകാര്യം ചെയ്യുന്നതിൽ പാലിക്കേണ്ട ശാസ്ത്രീയമായ റൂൾ കർവ് ഈ സർക്കാർ കാറ്റിൽ പറത്തി. വെള്ളം നിയന്ത്രിതമായി തുറന്നുവിടുന്നതിന് പകരം പത്തനംതിട്ടയിലെ മണിയാർ ഡാം ഉൾപ്പെടെയുള്ളവയിൽ വെള്ളം അമിതമായി സംഭരിപ്പിക്കാൻ സ്വകാര്യ കമ്പനികൾക്ക് അനുമതി നൽകി. വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ലാഭമുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ഈ കളി. ഒടുവിൽ ഡാമുകൾ താങ്ങാവുന്നതിലും അപ്പുറമായപ്പോൾ മുന്നറിയിപ്പില്ലാതെ ഒരുമിച്ച് തുറന്നുവിട്ടു. ചാലക്കുടി പുഴയും പെരിയാറും കരകവിഞ്ഞൊഴുകിയതും റാന്നിയും ചെങ്ങന്നൂരും ആറന്മുളയും മരണച്ചുഴിയിലായതും ഈ അഴിമതിയുടെ ഫലമായിരുന്നു. CAG റിപ്പോർട്ടിൽ പോലും ഡാം മാനേജ്മെന്റിലെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും അന്താരാഷ്ട്ര പഠനങ്ങളുടെ പേര് പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ശബ്ദരേഖ വ്യാജമാണെന്നും AI നിർമ്മിതമാണെന്നും പറഞ്ഞ് കൈകഴുകാൻ നിങ്ങൾക്കിനി കഴിയില്ല. നിങ്ങളുടെ തന്നെ മന്ത്രിസഭയിലെ ഒരംഗം മറ്റൊരു മന്ത്രിയെ കുറിച്ച് ഉന്നയിച്ച ഗുരുതരമായ അഴിമതി ആരോപണത്തിൽ ഒരന്വേഷണം നടത്താൻ പോലും നിങ്ങൾ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? കരിമണൽ ലോബിയും നിങ്ങളുടെ പാർട്ടിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ജനങ്ങൾക്കറിയാം. പ്രളയത്തിന്റെ ഇരകളെ ചൂഷണം ചെയ്ത് നിങ്ങൾ നേടിയ തുടർഭരണം രക്തം പുരണ്ടതാണെന്ന് കാലം തെളിയിക്കുകയാണ്. റീബിൽഡ് കേരളയുടെ പേരിലും ദുരിതാശ്വാസ നിധിയുടെ പേരിലും നിങ്ങൾ പിരിച്ചെടുത്ത കോടികൾ എവിടെ പോയി? വീട് നഷ്ടപ്പെട്ടവൻ ഇന്നും വാടക വീട്ടിൽ കഴിയുമ്പോൾ നിങ്ങളുടെ പാർട്ടിക്ക് അഴിമതി പണം കൊണ്ട് മാളികകൾ പണിയാനാണോ ഈ ദുരന്തത്തെ നിങ്ങൾ ഉപയോഗിച്ചത്? കേരളം കണ്ട ഏറ്റവും വലിയ ഈ ചതിയുടെ ഇരകൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. ദുരന്തം നേരിട്ടപ്പോൾ നമ്മൾ അതിജീവിക്കുമെന്ന് പറഞ്ഞ് കൈപിടിച്ചുയർത്തിയ മുഖ്യമന്ത്രി തന്നെയായിരുന്നു ആ ദുരന്തത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന ചെറുതല്ല. അധികാരത്തിന്റെ ഹുങ്കിൽ സത്യത്തെ എത്ര കാലം മൂടി വെക്കാൻ നിങ്ങൾക്ക് കഴിയും? മാത്യു കുഴൽനാടൻ പുറത്തുവിട്ട ഈ വെളിപ്പെടുത്തലുകൾ ഒരു തുടക്കം മാത്രമാണ്. അഴിമതിക്ക് വേണ്ടി ജനങ്ങളുടെ ജീവൻ പണയം വെച്ച ഓരോ ഭരണാധികാരിക്കും ഇതിന് മറുപടി പറയേണ്ടി വരും. ജനാധിപത്യ കേരളം ഈ ചതിക്ക് മാപ്പ് നൽകില്ല. 2018 പ്രളയം കേവലം ഒരു ഓർമ്മയല്ല, അത് പിണറായി സർക്കാർ ജനങ്ങളുടെ നെഞ്ചിൽ തറച്ച ഒരു ആണിയാണ്. വരും തലമുറകൾ ഈ സർക്കാരിനെ കേരളത്തെ മുക്കിക്കൊന്നവൻ എന്ന് തന്നെ അടയാളപ്പെടുത്തും. ഇത്രയും കാലം മൂടി വെക്കപ്പെട്ട ഈ സത്യങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് പുറത്തു വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? 2018 ആ മഹാപ്രളയം നടന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ കേരളം ഞെട്ടലോടെയാണ് ഈ പുതിയ വിവരങ്ങൾ കേൾക്കുന്നത്. ഈ രഹസ്യങ്ങൾ ഇപ്പോൾ പുറം ലോകം അറിഞ്ഞത് വെറും ഒരു ആരോപണത്തിലൂടെയല്ല, മറിച്ച് ഭരണപക്ഷത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രിയുടെ ശബ്ദരേഖയിലൂടെയാണ് എന്നത് ഈ വെളിപ്പെടുത്തലിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. മാത്യു കുഴൽനാടനാണ് ഈ ബോംബ് പൊട്ടിച്ചത്. നിലവിലെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടേതെന്ന് പറയപ്പെടുന്ന ഒരു ശബ്ദരേഖ അദ്ദേഹം പുറത്തുവിട്ടു. സ്വന്തം പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങളും ഗ്രൂപ്പ് വഴക്കുകളും മൂലം പുറത്തു വന്ന ഈ സംഭാഷണം സത്യത്തിൽ പിണറായി സർക്കാരിന്റെ മുഴുവൻ അഴിമതിയുടെയും ജാതകം തുറന്നു കാണിക്കുകയാണ്. തോട്ടപ്പള്ളി സ്പിൽവേയിലെ കരിമണൽ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കരാറുകളിൽ വലിയ അഴിമതി നടന്നുവെന്നും മേരി മാത കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയുടെ ലാഭത്തിന് വേണ്ടി ഷട്ടറുകൾ തുറക്കാതെ മനഃപൂർവ്വം പ്രളയം സൃഷ്ടിച്ചുവെന്നും മന്ത്രി തന്നെ സമ്മതിക്കുന്ന രീതിയിലുള്ള വരികളാണ് അതിലുള്ളത്. പുണ്യവാനായി ചമയേണ്ട, അഴിമതിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് സ്വന്തം സഹപ്രവർത്തകനെ കുറിച്ച്
ഒരു മന്ത്രി തന്നെ പറയുന്നത് കേൾക്കുമ്പോൾ ഇത്രയും വർഷം മുമ്പ് കേരളം അനുഭവിച്ച ദുരിതം എത്രത്തോളം വലിയൊരു ചതിയായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാകും. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ട ഈ നിർണായക തെളിവ് സർക്കാരിനെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. തോട്ടപ്പള്ളിയിലെ സ്പിൽവേ തുറക്കാതിരുന്നതും ഡാം മാനേജ്മെന്റിൽ വരുത്തിയ വീഴ്ചകളും വെറും പിഴവുകളല്ല, മറിച്ച് കോടികളുടെ അഴിമതിക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ നടന്ന ആസൂത്രിതമായ ഗൂഢാലോചന തന്നെയായിരുന്നു. സത്യം എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും അത് ഒരു നാൾ പുറത്തു വരും എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ. ഇത്രയും വലിയൊരു ചതി സ്വന്തം ജനങ്ങളോട് ചെയ്തിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ പുലർത്തുന്ന ഈ കുറ്റകരമായ മൗനം ആരെ സംരക്ഷിക്കാനാണ്? കേരളം അതിജീവിക്കുമെന്ന് പ്രസംഗിച്ചുകൊണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് പിഞ്ചു കുഞ്ഞുങ്ങളുടെ കുടുക്കയിലെ പണം പോലും വാങ്ങിയ മുഖ്യമന്ത്രി ഇപ്പോൾ സ്വന്തം മന്ത്രിസഭയിലെ അംഗം തന്നെ നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിങ്ങൾ ഒരു ജനതയെ മുഴുവൻ മുക്കിക്കൊന്നത് മണൽ ലോബിയുടെ കീശ വീർപ്പിക്കാനാണെന്ന സത്യം ഇന്ന് കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു. തോട്ടപ്പള്ളിയിൽ മണൽ വരാൻ വേണ്ടി ഷട്ടറുകൾ തുറക്കാതിരുന്നപ്പോൾ കുട്ടനാട്ടിലെ പാവപ്പെട്ടവന്റെ വീടുകൾ മുങ്ങിപ്പോയത് നിങ്ങൾ അറിഞ്ഞില്ലേ? അതോ അറിഞ്ഞുകൊണ്ട് മണൽ മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുകയായിരുന്നു? നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ചേർന്ന് നടത്തിയ ഈ കൂട്ടക്കൊലയ്ക്ക് പ്രകൃതി ദുരന്തം എന്ന് പേരിട്ട് നിങ്ങൾ എത്ര കാലം രക്ഷപ്പെടും? പുറത്തു വന്ന ശബ്ദരേഖ വ്യാജമാണെന്ന് പറഞ്ഞ് കൈ കഴുകാൻ ശ്രമിക്കുന്ന മന്ത്രി കൃഷ്ണൻകുട്ടിയെ സംരക്ഷിക്കുന്നത് വഴി ഈ അഴിമതിയിൽ നിങ്ങൾക്കും പങ്കുണ്ടെന്ന് ഉറപ്പാണ്. CAG റിപ്പോർട്ട് നിങ്ങളുടെ മുഖത്തു നോക്കി നുണയനെന്ന് വിളിച്ചിട്ടും ഡാം മാനേജ്മെന്റിലെ വീഴ്ചകൾ അക്കമിട്ട് നിർത്തിയിട്ടും ശാസ്ത്രീയ പഠനങ്ങളുടെ പുകമറ സൃഷ്ടിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് നിങ്ങൾ ഇന്നും ശ്രമിക്കുന്നത്. ജനങ്ങളുടെ ജീവൻ വെച്ച പന്താടി നേടിയ ഈ ഭരണം രക്തം പുരണ്ടതാണ്. അധികാരത്തിന്റെ അഹങ്കാരത്തിൽ നിങ്ങൾ കാണിക്കുന്ന ഈ ധിക്കാരത്തിന് കേരളത്തിലെ ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകും. സ്വന്തം അഴിമതി മറയ്ക്കാൻ AI എന്ന സാങ്കേതിക വിദ്യയെ പോലും പഴിചാരുന്ന നിങ്ങളുടെ ഈ രാഷ്ട്രീയ പാപ്പരത്വം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാവും. കാരണം ഈ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ കണ്ണീര് നിങ്ങളെക്കാൾ വലിയ വിലയുണ്ട്. പ്രളയ സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയ മത്സ്യത്തൊഴിലാളികളെ കേരളത്തിന്റെ സൈന്യം എന്ന് വിളിച്ച് അഭിനന്ദിച്ച അതേ മുഖ്യമന്ത്രി തന്നെയാണ് മറുവശത്ത് അതേ പ്രളയം സൃഷ്ടിക്കാൻ കാരണമായ അഴിമതി ലോബികൾക്ക് കുടപിടിച്ചു കൊടുത്തത്. ഒരു വശത്ത് കയ്യടി വാങ്ങുകയും മറുവശത്ത് ജനങ്ങളെ ചതിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ പുറത്തു വന്നപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇത് AI ഉപയോഗിച്ചുണ്ടാക്കിയതാണെന്ന്. എന്തൊരു കഷ്ടമാണിത്! സ്വന്തം പാർട്ടിക്കാരോട് സ്വന്തം സഹപ്രവർത്തകന്റെ അഴിമതിയെ കുറിച്ച് വാചാലനായത് പിടിക്കപ്പെട്ടപ്പോൾ സാങ്കേതിക വിദ്യയുടെ പുറത്ത് കുതിര കയറുന്നത് ഭീരുത്വമല്ലേ? സാങ്കേതിക വിദ്യ വളരുന്നത് മനുഷ്യന്റെ നന്മയ്ക്കാണ്, അല്ലാതെ നിങ്ങളുടെ അഴിമതി മൂടി വെക്കാനുള്ള മരുന്നായിട്ടല്ല. ഈ ശബ്ദരേഖ AI നിർമ്മിതമാണെങ്കിൽ അത് തെളിയിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാകുന്നില്ല? 2018 കേരളത്തെ മുക്കിക്കൊന്നത് AI ആയിരുന്നു. തോട്ടപ്പള്ളിയിൽ മണൽ വാരാൻ അനുമതി നൽകിയത് ഏതെങ്കിലും റോബോട്ട് ആയിരുന്നു? അന്ന് കുട്ടനാട്ടിലെ ജനങ്ങൾ അനുഭവിച്ച ദുരിതം AI നിർമ്മിതമായിരുന്നു. പ്രളയകാലത്ത് നമ്മൾ കണ്ടത് പിണറായി വിജയൻ എന്ന ഇരട്ടച്ചങ്കന്റെ കരുത്തുറ്റ ഭരണമെന്നായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിലൂടെയും പെയ്ഡ് PR ഏജൻസികളിലൂടെയും പ്രഹരിക്കപ്പെട്ടത്. ക്യാപ്റ്റൻ എന്ന വിളിപ്പേര് പോലും ഈ പ്രളയക്കടലിൽ നിന്നാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. എന്നാൽ ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു ആ പ്രതിച്ഛായ നിർമ്മിതിക്ക് പിന്നിൽ ഒലിച്ചു പോയത് ആയിരക്കണക്കിന് സാധാരണക്കാരുടെ സ്വപ്നങ്ങളായിരുന്നു എന്ന്. ജനങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ഹീറോ ആകാം എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തുകയായിരുന്നു. സ്വന്തം പരാജയത്തെയും അഴിമതിയെയും അതിജീവനത്തിന്റെ കഥകളാക്കി മാറ്റി ജനങ്ങളെ പറ്റിച്ച ലോകത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആയിരിക്കും നിങ്ങൾ. പ്രളയത്തിന്റെ പേരിൽ സർക്കാർ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി സാലറി ചലഞ്ച് നടത്തിയതും പാവപ്പെട്ടവന്റെ റേഷൻ കാർഡിലെ വിഹിതം പോലും തട്ടിയെടുത്തതും നമ്മൾ കണ്ടതാണ്. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയില്ലെങ്കിൽ അവർ രാജ്യദ്രോഹികളാണെന്ന മട്ടിലായിരുന്നു ഇവിടുത്തെ സൈബർ ഗുണ്ടകളുടെ ആക്രമണം. ആ പണമൊക്കെ ഇപ്പോൾ ഇവിടെ പോയി? ഇപ്പോൾ പുറത്തു വരുന്ന അഴിമതി കഥകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് പാവപ്പെട്ടവൻ നൽകിയ ആ ഓരോ രൂപയും നിങ്ങളുടെ മണൽ മാഫിയയ്ക്കും അഴിമതിക്കാരായ മന്ത്രിമാർക്കും സുഖിക്കാനായിരുന്നു എന്നാണ്. പ്രളയത്തെ അതിജീവിച്ചു എന്ന കള്ളം പറഞ്ഞാണ് നിങ്ങൾ 2021 വീണ്ടും അധികാരത്തിൽ വന്നത്. ജനങ്ങളുടെ വൈകാരികതയെ ചൂഷണം ചെയ്ത് വോട്ട് തട്ടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. എന്നാൽ ഇനി അത് നടക്കില്ല. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് സ്വന്തം മന്ത്രി തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ നടത്തിയത് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ചതിയാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ മണൽ അഴിമതിയും മനുഷ്യനിർമ്മിത പ്രളയവും നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്ന വലിയ ആയുധങ്ങളായി മാറും. എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.